കേരളത്തിലെ സ്വകാര്യ സ്കൂളുകളുടെ തീവെട്ടിക്കൊള്ളയും കള്ളക്കച്ചവടവും പുറത്തു കൊണ്ടുവന്ന ദിനരാത്രങ്ങളാണ് കടന്നു കഴിഞ്ഞു പോകുന്നത്. ഒരു സംഘടന ആർജവത്തോടെ മുന്നിൽ നിന്ന് പടയ്ക്ക് പുറപ്പെട്ടപ്പോൾ പുറത്തു വന്ന കണക്കുകളെ കണ്ട് മാതാപിതാക്കളും കേരള രാഷ്ട്രീയ സമൂഹവും ഞെട്ടിത്തരിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ KTGA കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് ആൻഡ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പുറത്തുവിടുക 8 കോടിക്ക് മുകളിലാണ് സ്വകാര്യ സ്കൂളുകൾ യൂണിഫോമിന്റെ മറവിൽ രക്ഷിതാക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കൈക്കൂലി പോലെ വാങ്ങിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു ന്യായവും ഇല്ലാതെ, ഒരു GST ഇല്ലാത്ത സ്കൂളുകൾ, കാശായി പോലും പണം മേടിക്കുന്ന സ്കൂളുകൾ ഇങ്ങനെ തീവെട്ടിക്കൊള്ളയിലേക്ക് പോകുന്നു. ഇത് സംസ്ഥാന തലത്തിലുള്ള കണക്കിലേക്ക് പോയാലോ കോടിക്കണക്കിന് രൂപ വരുമെന്നാണ് KTGA കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായ ഡേറ്റ വെച്ചുകൊണ്ടാണ് അവർ മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് പോലും ഈ ചർച്ചയെ തുറന്നിടുന്നത് എന്നുള്ളതാണ്. വലിയ ചെറിയ രീതിയിൽ തുണിത്തരങ്ങൾ കൈക്കലാക്കി ആ തുണിത്തരങ്ങളെ മുഴുവനും വലിയ രീതിയിൽ തോന്നുന്ന വിലയിടുക, പേന കൊണ്ടെഴുതുന്ന മാനുവൽ ബില്ല് രക്ഷിതാക്കൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് കാശ് മേടിക്കുക, തോന്നിയ കാശും വാങ്ങിച്ച് തോന്നിയത് ബില്ലിൽ എഴുതി സ്വകാര്യ സ്കൂളുകൾ കള്ളക്കച്ചവടം നടത്തുമ്പോ അതിനെതിരെ തന്റെ ഇടത്തോടെ തുറന്നു പറയുന്ന ഒരു സംഘടനയായി KTGA മാറുകയാണ്. കേരളത്തിലെ KTGA ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടുക്കി ജില്ലാ അസോസിയേഷനിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഈ സ്കൂൾ തുറക്കൽ കാലഘട്ടത്തിലേക്ക് വീണ്ടും കേരളം പോകുമ്പോൾ ഓരോ മാതാപിതാക്കളും ഓരോ PTA-യിലും രക്ഷകർതൃ സമിതിയിലും ചോദിക്കേണ്ട ചോദ്യമായി മാറുന്നു. KTGA ഉയർത്തിയിട്ടുള്ള ഈ ചോദ്യം, എന്തിന്, ആർക്കു വേണ്ടി, ആരോടാണ് ഈ പ്രഹസനം? ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി കള്ളക്കച്ചവടത്തിലേക്ക് മുതിരുന്ന സ്വകാര്യ സ്കൂളുകളുടെ കഴുത്തറപ്പൻ നടപടി അവസാനിപ്പിക്കുക തന്നെ വേണം ഈ നാട്.